നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പുമായി ബന്ധപ്പെട്ട ചില ഫങ്ഷൻസുകളും സ്ട്രിംഗ് മാനിപ്പുലേഷനുമാണ്. സോ നമ്മൾ ആദ്യമായി നമ്മളുടെ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ ലേൺ പൈത്തോൺ എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്കിത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ടെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റ് ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ ഡബിൾ കോട്ടിന് പകരം നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന നമുക്ക് സിംഗിൾ കോട്ട് കൂടി കൊടുക്കാം. സിംഗിൾ കോട്ട് കൊടുത്താൽ നമുക്ക് സെയിം റിസൾട്ടാണ് ലഭിക്കുന്നത് ഇതുപോലെ. അതുപോലെ നമുക്ക് ഇനി മൾട്ടി ലൈൻ ഒരുപാട് പാരഗ്രാഫ് പോലെ എഴുതണമെങ്കിൽ നമുക്ക് 3 ഡബിൾ കോട്ട് കൊടുക്കുക. ശേഷം ഈ 3 ഡബിൾ കോട്ടിന് ഉള്ളിൽ എഴുതുന്ന എത്ര ലൈൻ എഴുതിയാലും അത് നമുക്ക് അതേ രൂപത്തിൽ നമുക്ക് ഇവിടെ പ്രിൻ്റായി ലഭിക്കുന്നതായിരിക്കും. സോ മൾട്ടി ലൈൻ നമ്മൾ എഴുതുമ്പോൾ നമുക്കിതുപോലെ 3 ഡബിൾ കോട്ട് എഴുതിയതിന് ശേഷം അതിനുള്ളിൽ എഴുതിയാൽ നമുക്ക് അത് അതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റായി ലഭിക്കുന്നതായിരിക്കും. സോ ഞാനിവിടെ ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി. സോ നമ്മളിപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് 3 ഡബിൾ കോട്ടിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി ലൈൻ ഇവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുപോലെ നമ്മൾ എഴുതിയ പോലെ മൾട്ടി ലൈൻ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് നമുക്ക് ലഭിക്കും. സോ ഡബിൾ കോട്ട് അല്ലെങ്കിൽ നമുക്കിത് സിംഗിൾ കോട്ടിനുള്ളിലും ഇതുപോലെ എഴുതാം. സിംഗിൾ കോട്ടിനുള്ളിൽ എഴുതിയാലും നമുക്ക് സെയിം റിസൾട്ടാണ് ലഭിക്കുക. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്കതേ സെയിം റിസൾട്ട് തന്നെ ഇവിടെ ലഭിച്ചു. അതുപോലെ നമ്മൾ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലൊക്കെ പഠിച്ച പോലെ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് പൈത്തോണിലും ഒരു അറേ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സോ നമ്മൾ സി പ്രോഗ്രാമിങ്ങിലൊക്കെ പഠിച്ചിരുന്നു സ്ട്രിംഗ് നമുക്ക് ഒരു അറേ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റിലെ ഓരോ ക്യാരക്ടറും ഓരോ വാല്യൂ ആയിട്ടാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ ഇതിനെല്ലാം ഒരു ഇൻഡെക്സ് നമ്പർ ഉണ്ടായിരിക്കും. സോ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നായിരിക്കും. ഈ അറേയിലെ 0 ഇൻഡെക്സ് നമ്പറിലെ വാല്യൂ എന്ന് പറയുന്നത് L ആയിരിക്കും. അതുപോലെ 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇൻഡെക്സ് നമ്പറിലെ വാല്യൂ എന്ന് പറയുന്നത് N ആയിരിക്കും. സോ നമ്മൾ കൊടുക്കുന്ന സ്പേസിനും ഒരു വാല്യൂ ഉണ്ടായിരിക്കും. സോ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് പ്രിൻറ്റ് ടെക്സ്റ്റ് എന്ന് എഴുതിയാൽ നമുക്ക് മുഴുവൻ ടെക്സ്റ്റ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ എനിക്ക് L മാത്രമാണ് ഇവിടെ വേണ്ടതെങ്കിൽ നമുക്കിവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത ശേഷം അതിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നാണ്. സോ നമുക്ക് 0 ഇവിടെ കൊടുത്തു കഴിഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L എന്ന് പറയുന്ന വാല്യൂ മാത്രം പ്രിൻ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രിംഗ് എന്ന് പറയുന്നത് ഈ പൈത്തോൺ പ്രോഗ്രാമിങ്ങിലും ഒരു അറേ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് A ആണ് വേണ്ടതെങ്കിൽ നമുക്കിവിടെ 0, 1, 2 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് A പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ P ആണ് നമുക്ക് വേണ്ടതെങ്കിൽ 0, 1, 2, 3, 4, 5, 6 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഉദാഹരണത്തിന് ഈ EARN എന്ന് പറയുന്ന ഏൺ എന്ന് പറയുന്ന വേർഡ് മാത്രമേ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ സോ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഇൻഡെക്സ് നമ്പർ നോക്കുക. നമ്മൾ ഇയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഇയുടെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് L0, E എന്ന് പറയുന്നത് 1 ആണ്. ശേഷം 1 ഇവിടെ കൊടുക്കുക. 1 കൊടുത്ത ശേഷം ഒരു കോളൻ കൊടുക്കുക. സോ നമുക്ക് വേണ്ടത് N വരെയാണ്. സോ E എന്ന് പറയുന്നത് 1 ആണ്. A2, R3, N4, N വരെയാണ് നമുക്ക് വേണ്ടത്. സോ 4 വരെയാണ് വേണ്ടത്. 4 വരെ വേണമെങ്കിൽ അതിനോട് ഒന്നുകൂടി കൂട്ടിയിട്ട് 5 എന്ന് നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. സോ 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മുതൽ 4 വരെയുള്ള ഇൻഡെക്സ് നമ്പറിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിനിടയിലുള്ള ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏൺ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് മാത്രം അവിടെ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളതിൽ ചെയ്തത് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. അവസാനം എൻഡ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഇൻഡെക്സ് നമ്പറിനോട് കൂടി ഒന്നുകൂടി കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിനിടയിലുള്ള ആ ഒരു വാല്യൂ ലഭിക്കുന്നതായിരിക്കും. സോ ഞാനിവിടെ ഇനി 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇയർ എന്ന് മാത്രമേ പ്രിൻ്റ് ആവുകയുള്ളൂ. സോ നിങ്ങൾക്കിവിടെ കാണാം ഇയർ എന്ന് മാത്രമാണ് എനിക്ക് പ്രിൻ്റ് ആയത്. അതുപോലെ നിങ്ങൾക്ക് വലിയൊരു ടെക്സ്റ്റിനെ ഇതുപോലെ സ്ലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണാനുള്ള ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ്റെ പേര് LEN എന്നാണ്. സോ നമ്മളിവിടെ LEN ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുക, ടെക്സ്റ്റ് കൊടുക്കുക. സോ ഇത് നമ്മൾ ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൽ എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലഭിക്കുന്നത് 12 എന്ന് പറയുന്ന ക്യാരക്ടറാണ്. സോ നമുക്ക് നോക്കാം. L1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11,
12 ക്യാരക്ടറാണ് നമ്മുടെ ഈ ടെക്സ്റ്റിലുള്ളത്. അതുപോലെ ഒരു ടെക്സ്റ്റിൻ്റെ ലെങ്ത് കാണുന്നതിന് വേണ്ടി നമുക്ക് ഈ len എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സ്ട്രിപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അഥവാ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിനെ ആദ്യത്തെയും അവസാനത്തെയും ഒരു എക്സ്ട്രാ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഉദാഹരണമായി ഞാനിവിടെ ഈ ലേൺ എന്നതിന് മുമ്പായിട്ട് ഒരു 2 സ്പേസ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഈ സ്ട്രിപ്പ് എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. സോ ഞാനിവിടെ ടെക്സ്റ്റ് ഡോട്ട് സ്ട്രിപ്പ് എന്ന് കൊടുക്കുന്നു. സോ നമ്മളിവിടെ സ്ട്രിപ്പ് എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ലേൺ പൈത്തോൺ എന്ന് പറയുന്ന ആ സ്പേസ് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ് ലഭിച്ചത്. സോ ഞാനിവിടെ ടെക്സ്റ്റ് എന്ന് മാത്രമാണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം ആ സ്പേസോട് കൂടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ലഭിച്ചത്. സോ നമ്മൾ സ്ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പേസ് ആദ്യത്തെ സ്പേസ് പോയി കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾ അവസാനവും സ്പേസ് ഇതുപോലെ ഒരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഈ സ്ട്രിപ്പ് മെത്തേഡ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്കിവിടെ കാണാം ഇതിന് ശേഷം ഇവിടെ സ്പേസ് ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ സ്ട്രിപ്പ് ഇല്ലാതെ അത് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്കിവിടെ ഇത്രയും സ്പേസ് ലഭിച്ചത്, ആദ്യവും അവസാനവും ഇത്രയും സ്പേസ് ലഭിച്ചത്. സോ ഇതുപോലെ എക്സ്ട്രാ സ്പേസസ് റിമൂവ് ചെയ്യുന്നതിന് നമുക്ക് ഈ സ്ട്രിപ്പ് മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ലോവർ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. സോ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ലോവർ കേസിലോട്ട് മാറ്റുന്നതിന് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. സോ ഞാനിവിടെ ടെക്സ്റ്റ് ഡോട്ട് ലോവർ എന്ന് കൊടുക്കുന്നു. സോ നമ്മളിവിടെ ലോവർ മെത്തേഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മുടെ ഒറിജിനൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലേൺ പൈത്തോൺ എന്നാണ്. സോ നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലേൺ പൈത്തോൺ എന്ന് ലോവർ കേസിൽ ലഭിക്കുന്നു അഥവാ സ്മോൾ ലെറ്ററിൽ ലഭിക്കുന്നു. അതുപോലെ മറ്റൊരു മെത്തേഡാണ് അപ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിനെ അപ്പർ കേസിലോട്ട് അഥവാ ക്യാപിറ്റൽ ലെറ്റേഴ്സിലോട്ട് മാറ്റുന്നതിന് ഉപയോഗിക്കുന്നു. സോ ഞാനിവിടെ സ്മോൾ ലെറ്ററിൽ ലേൺ പൈത്തോൺ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ടെക്സ്റ്റ് ഡോട്ട് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലേൺ പൈത്തോൺ എന്ന് അപ്പർ കേസിൽ അഥവാ ക്യാപിറ്റൽ ലെറ്ററിൽ നമുക്ക് ലഭിക്കുന്നു. സോ നമ്മളുടെ യഥാർത്ഥ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററിലെ ലേൺ പൈത്തോൺ ആയിരുന്നു. സോ നമ്മളത് അപ്പർ കേസിലോട്ട് മാറ്റി. സോ നമ്മുടെ റിസൾട്ട് ലേൺ പൈത്തോൺ എന്ന് അപ്പർ കേസിൽ നമുക്ക് ലഭിച്ചു. അതുപോലെ സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു മെത്തേഡാണ് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. സോ ഉദാഹരണമായി എനിക്ക് ഈ പി എന്ന് പറയുന്ന ക്യാരക്ടർ ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് ഇവിടെ ജെ എന്ന് ആഡ് ചെയ്യണമെന്ന് നോക്കുക. സോ ഞാനിവിടെ ചെയ്യേണ്ടത് നമ്മുടെ വേരിയബിൾ ഡോട്ട് റീപ്ലേസ് മെത്തേഡ്. സോ ഞാനിവിടെ ഏത് ക്യാരക്ടറാണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് ആദ്യം കൊടുക്കുന്നു. ഞാൻ പി ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു കോമ കൊടുത്ത ശേഷം ഡബിൾ കോട്ടിനുള്ളിൽ ഏത് ക്യാരക്ടർ കൊണ്ടാണോ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ ജെ എന്ന് കൊടുക്കുന്നു. സോ ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ലേൺ ജൈത്തോൺ എന്ന് വന്നത്. സോ അതിന് കാരണം നമ്മളിവിടെ പിയെ ജെ കൊണ്ട് റീപ്ലേസ് ചെയ്തു. അതിന് നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് എന്ന് പറയുന്നത് റീപ്ലേസ് മെത്തേഡാണ്. സോ ഇങ്ങനെ റീപ്ലേസ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു സ്ട്രിങ്ങിനുള്ളിലെ ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഈ എല്ലിനെ കെ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ആദ്യം എൽ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം കെ എന്ന് കൊടുക്കുന്നു. ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് കേൺ പൈത്തോൺ എന്ന് വരുന്നു. ഇത്തരത്തിൽ നമുക്ക് ഈ റീപ്ലേസ് മെത്തേഡ് ഉപയോഗിച്ച് ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ 2 ടെക്സ്റ്റുകളെ നമുക്ക് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാമെന്ന് നോക്കാം. സോ ഞാൻ ആദ്യമായി ഇവിടെ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ലേൺ എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. അതുപോലെ പി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഞാൻ പൈത്തോൺ എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. സോ ആദ്യത്തെ വേരിയബിൾ ലേൺ എന്ന് പറയുന്ന ടെക്സ്റ്റ്, രണ്ടാമത്തേതിൽ പൈത്തോൺ എന്ന് പറയുന്ന ടെക്സ്റ്റ്. ഇനി ഞാൻ സി എന്ന് പറയുന്ന വേരിയബിൾ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ പ്രിൻറ്റ് സി പ്രിൻറ്റ് ചെയ്യുന്നു. സോ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ റിസൾട്ട് ലേൺ പൈത്തോൺ എന്ന് പറയുന്ന ഒരൊറ്റ ടെക്സ്റ്റ് എനിക്ക് ലഭിക്കുന്നു. സോ നമുക്കിവിടെ ഈ പ്ലസ് സൈൻ ഉപയോഗിച്ച് നമുക്ക് 2 ടെക്സ്റ്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഞാൻ ഡി എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്ത ശേഷം അതിൽ ഞാൻ വിത്ത് യെസ് ടെക് മീഡിയ എന്ന് കൊടുക്കുന്നു. ശേഷം ഞാനിവിടെ പ്ലസ് ഡി കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഈ 3 ടെക്സ്റ്റുകൾ കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. നമുക്ക് ഈ ഒരു പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ സിയിലോട്ട് അസൈൻ ചെയ്തു. സോ നമ്മൾ ഇനി പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ മുഴുവൻ ടെക്സ്റ്റ് ഇവിടെ ലഭിക്കുന്നതാണ് ഒറ്റ ടെക്സ്റ്റായി. സോ ലേൺ പൈത്തോൺ വിത്ത് എസ് ടെക് മീഡിയ.
ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുള്ളിൽ ഞാൻ മൈ നെയിം ഈസ് ജോൺ ഐ ആം 50 years ഓൾഡ് എന്ന് കൊടുക്കുന്നു. സോ ഇത് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലെ ടെക്സ്റ്റ് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. മൈ നെയിം ഈസ് ജോൺ ഐ ആം 50 years ഓൾഡ് എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. ഇനി എനിക്കിവിടെ ഈ ജോൺ എന്ന് പറയുന്ന പേര് റീപ്ലേസ് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ എഴുതാം. ഉദാഹരണമായി ഞാനിവിടെ അജിത്ത് എന്ന് എഴുതുന്നു. ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ മൈ നെയിം ഈസ് അജിത്ത് ഐ ആം 50 years ഓൾഡ് എന്ന് വരുന്നു. എന്നാൽ എനിക്ക് ഫോർമാറ്റ് എന്ന് പറയുന്ന ഈ മെത്തേഡ് ഉപയോഗിച്ച് എനിക്കിവിടെ ഒരു പ്ലേസ് ഹോൾഡർ കൊടുക്കുകയാണെങ്കിൽ പ്ലേസ് ഹോൾഡർ നമ്മൾ ഇതുപോലെയാണ് കൊടുക്കുന്നത്. ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. പ്ലേസ് ഹോൾഡർ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം നമ്മളിവിടെ മുകളിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ ഇതിലോട്ട് ഞാൻ ജോൺ എന്ന് പറയുന്നൊരു വാല്യൂ അസൈൻ ചെയ്യുന്നു. ശേഷം നമ്മൾ പ്രിൻറ്റിൽ വന്നതിന് ശേഷം ടെക്സ്റ്റ് ഡോട്ട് ഫോർമാറ്റ് എന്ന് പറയുന്ന ഈ ഫോർമാറ്റ് മെത്തേഡ് ഓപ്പൺ ചെയ്ത ശേഷം അതിലോട്ട് നമ്മൾ നമ്മുടെ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ആർഗ്യുമെൻ്റായി കൊടുക്കുന്നു. സോ ഈ ആർഗ്യുമെൻറ്റ് വാല്യൂ നമ്മൾ ഈ പ്ലേസ് ഹോൾഡറിലോട്ട് പാസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇനി നമ്മളിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ നെയിം ഈസ് ജോൺ ഐ ആം 50 years ഓൾഡ് എന്ന് പറയുന്ന ഈ മെസ്സേജ് ലഭിക്കുന്നു. സോ ഞാനിവിടെ ഇനി പേര് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അനിൽ എന്നാക്കി കൊടുത്താൽ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൈ നെയിം ഈസ് അനിൽ ഐ ആം 50 years ഓൾഡ് എന്ന് ലഭിക്കുന്നു. സോ അതുപോലെ എനിക്ക് ഈ പേരിൻ്റെ കൂടെ ഈ നമ്മുടെ ഏജ് കൂടി മാറ്റണമെങ്കിൽ സോ ഞാനിവിടെ മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഏജ് ഞാൻ 25 എന്ന് കൊടുക്കുന്നു. സോ ഏജിൻ്റെ അവിടെയും ഞാനൊരു പ്ലേസ് ഹോൾഡർ കൊടുക്കുന്നു, കർലി ബ്രാക്കറ്റ് കൊടുക്കുന്നു. സോ പ്ലേസ് ഹോൾഡർ ആക്ച്വലി ചെയ്യുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആക്ച്വലി ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ ഉപയോഗിച്ച് ആ പ്ലേസ് ഹോൾഡർ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. സോ നമ്മളിവിടെ 2 പ്ലേസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഫോർമാറ്റ് മെത്തേഡിനുള്ളിൽ നമ്മൾ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് കൊടുത്തത് നെയിമാണ്. അത് ആദ്യത്തെ പ്ലേസ് ഹോൾഡറിലോട്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ കോമ കൊടുത്ത ശേഷം ഏജ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് കൂടി കൊടുക്കുന്നു, വാല്യൂ കൂടി കൊടുക്കുന്നു. ആ വാല്യൂ രണ്ടാമത്തെ പ്ലേസ് ഹോൾഡറിലോട്ട് പോകുന്നു. സോ നമുക്കിവിടെ 2 പ്ലേസ് ഹോൾഡർ ഉണ്ട്. അതുപോലെ നമുക്ക് 2 വാല്യൂസും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൈ നെയിം ഈസ് അനിൽ ഐ ആം 25 years ഓൾഡ് എന്ന് ലഭിക്കുന്നു. സോ നമ്മൾ കൊടുത്ത വാല്യൂ ഇവിടെ നമ്മുടെ സ്ട്രിങ്ങിനുള്ളിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നു ഈ ഫോർമാറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച്. സോ ഇനി ഞാനിവിടെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, അജിത്ത്. ഏജ് ഞാൻ 50 കൊടുക്കുന്നു. ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ മൈ നെയിം ഈസ് അജിത്ത് ഐ ആം 50 years ഓൾഡ് എന്ന് ലഭിക്കുന്നു. സോ നമുക്ക് ഈ പ്ലേസ് ഹോൾഡർ ഉപയോഗിച്ച് നമുക്ക് ഈ ഫോർമാറ്റ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ വാല്യൂ പാസ് ചെയ്ത് നമുക്കൊരു സ്ട്രിങ്ങിനുള്ളിലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.